ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനോ എന്നെ വന്ന് കാണുന്നതിനോ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഒന്നും ഇനി മേലിൽ ഇവിടെ ചെയ്യരുത്. അവരുടെ സംസാരം കേട്ട കൈ കിട്ടുന്ന എന്തെങ്കിലും എടുത്ത് തലക്കടിച്ച് പൊട്ടിക്കാൻ തോന്നും. അവര് നിന്റെ തലയിൽ കയറാൻ വന്നാലേ അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്തോണം. ആദ്യമേ നമ്മൾ ഒരുപാട് വിട്ടുകൊടുത്താലേ പിന്നെ പിടിക്കാൻ പാടാ. അതൊക്കെ ഇവിടെ ചെയ്തോളും. അതിനു വേണ്ട ഉപദേശങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഗിരിജെ. ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും അതിനെന്തൊക്കെ ചെയ്യണമെന്നും ആരെയൊക്കെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ വീട്ടിലെ അവസ്ഥയോ രീതികളോ ഒന്നും അല്ല ഇവിടെ. അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയാ ഞാൻ എന്ത് ചെയ്യും? എന്ത് ചടങ്ങിന്റെ പേരിലായാലും ഈ വീട്ടിലേക്ക് വരുമ്പോ ഇവിടുത്തെ ആളുകൾക്കും രീതികൾക്കും പറ്റിയ സാധനങ്ങൾ വേണ്ടേ കൊണ്ടുവരാൻ? ഇതിപ്പോ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടോ ഞാനല്ലേ? എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുൻപ് എന്നോടൊന്ന് ചോദിക്കെങ്കിലും ചെയ്യണ്ടേ? മോളെ, നിനക്ക് നമ്മുടെ അവസ്ഥ അറിയാലോ. കല്യാണം തന്നെ നടത്തിയത് നമുക്കുള്ളതെല്ലാം നുള്ളിപ്പെറുക്കി എടുത്താ. അതിന്റെ കൂടെ ഈ ചടങ്ങുകൾ വലിയ രീതിയിൽ നടത്താൻ കാശ് വിടുന്ന. അത് മാത്രല്ലല്ലോ ഷി, ഈ വീട്ടിലാണെങ്കിൽ ഒന്നിനും ഒരു കുറവുമില്ല. അപ്പൊ പിന്നെ നമ്മൾ പുതുതായിട്ട് വേറെ എന്ത് സാധനം വാങ്ങിക്കൊണ്ടുവരും? അങ്ങനെ വാങ്ങിച്ചോണ്ട് വരാൻ ഒന്നും ഇല്ലെങ്കിലേ വാങ്ങിക്കേണ്ടത് വെച്ചാ മതിയായിരുന്നു. എന്നാൽ ഇത്രയും നാണം കെടില്ലായിരുന്നു. നീ അങ്ങനെയൊന്നും കരുതണ്ട ഷി. അവര് വിവരമില്ലാതെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാന്ന് വെച്ച് നമ്മൾ ഇത്ര കാര്യമായിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവാം. ഇവിടെ നിൽക്കേണ്ടതേ ഞാനാ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുത്തും കോളും വെച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ എന്റെ കൺട്രോൾ പോവും. ഞാൻ തിരിച്ചെന്തെങ്കിലും പറഞ്ഞാ അത് പിന്നെ വലിയ വഴക്കാവും എന്നുള്ള കാര്യം ഉറപ്പായും. അയ്യോ, അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. എന്ത് വന്നാലും നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു നിൽക്കണം. ഒരു തഞ്ചത്തില് എല്ലാം ക്ഷമിച്ച് സഹിച്ചും കൈകാര്യം ചെയ്യണം. എടുത്തു ചാടി വഴക്കോ പിണക്കോ ഉണ്ടായ നഷ്ടങ്ങള് നമുക്ക് മാത്രമല്ലേ ഉണ്ടാവൂ. ഇതുപോലൊരു വീടോ സൗകര്യോ ബന്ധമോ ഒന്നും നമുക്കൊരിക്കലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അത് എന്നേക്കാൾ നന്നായിട്ട് നിനക്കറിയില്ലേ? എനിക്കെല്ലാം അറിയാം. ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ പെരുമാറാതിരുന്നാ മതി. അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നമ്മളായിട്ട് അവസരം കൊടുത്തിട്ടേ എല്ലാം മാനേജ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് ഇന്ദ്രപ്രസ്ഥവാ. ഞാനിപ്പോ ഇവിടത്തെ ആളാ. ഈ കുടുംബത്തിൽ ഒരു അംഗമാണ്. അപ്പോ അമ്മയും അപ്പച്ചൊക്കെ ഇവിടെ വരുമ്പോ എന്റെ നിലയ്ക്കും വിലയ്ക്കും ചേരുന്ന രീതി തന്നെ നിങ്ങൾ പെരുമാറണം. എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരുന്നുണ്ടെങ്കിലേ അതും ആ ലെവലിൽ തന്നെയുള്ള സാധനങ്ങളായിരിക്കണം. ഇതിനി എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കരുത്. ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിപ്പോയി. നീ ഇപ്പോഴത്തേക്കൊന്ന് ക്ഷമിക്കേ മോളെ. നീ ഇവിടെ സുഖമായും സന്തോഷമായും കഴിയണം. എന്റെ മനസ്സിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ അത് വലിയ വിലയുള്ള സാധനങ്ങൾ വാങ്ങണ്ടേ? അതിനൊന്നും നമുക്ക് കഴിവില്ലെന്ന് നിനക്കറിയില്ല ഷി. നിന്റെ അച്ഛൻ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് മുത്തശ്ശിയുടെ കൂടെ ആവശ്യമില്ലാത്ത അഭിപ്രായം പറയുമെന്നല്ലാതെ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞു ഒഴിയരുതമ്മേ. എനിക്കിപ്പോ കല്യാണം വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഈ കല്യാണം തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ വാശി പിടിച്ച് എന്നൊന്നും അല്ലല്ലോ. നല്ലൊരു ആലോചന നല്ലൊരു കുടുംബത്തിന്ന് എന്റെ സൗന്ദര്യവും എന്റെ ജാതക ഗുണവും കൊണ്ട് വന്നപ്പോ നടത്തിയതല്ലേ. അപ്പോ ഞാൻ ഇവിടെ അവരുടെ ആട്ടും തുപ്പും കേൾക്കാതിരിക്കണമെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലേ? പിന്നെ അമ്മ പറഞ്ഞല്ലോ കല്യാണത്തിന് നുള്ളിപ്പറുക്കിയ കഥ. അല്ല, നിങ്ങൾ എന്താ അതിന് ചെലവാക്കിയേ? നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് പൂർണിമ ചേച്ചിയല്ലേ? നമ്മുടെ വീട്ടിൽ നടത്തിയ ഹൽദിക്ക് വരെ ചേച്ചി അഡ്രസ് എടുത്തു തന്നത്. ഇതൊക്കെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? പിന്നെ പൃഥ്വിയുടെ അമ്മ മനസ്സിലൊന്നും വെക്കാതെ സംസാരിക്കുന്ന ആളായതുകൊണ്ട് എല്ലാം തുറന്നങ്ങ് പറഞ്ഞു. പൂർണിമ ചേച്ചി നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിലും ചേച്ചിയുടെ മനസ്സിലും ഇതെല്ലാം ഉണ്ടാവാതിരിക്കോ? എല്ലാവരും ചോറ് തന്നെ അമ്മയെ തിന്നുന്നേ. ആർക്കും ഇവിടെ ബുദ്ധിക്ക് തകരാറൊന്നുമില്ല. ഈ ആലോചന വന്നില്ലെങ്കിലും എന്നെങ്കിലും എന്റെ കല്യാണം നടത്തേണ്ടതല്ലായിരുന്നോ? അന്നത് എങ്ങനെ നടത്താനാ നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരുന്നേ? എന്തെങ്കിലും സമ്പാദിച്ച് ബാങ്കിലിട്ട് വെച്ചിട്ടുണ്ടോ? മോളെ അഷി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ അറിയാത്ത എന്തെങ്കിലും സമ്പാദ്യം അമ്മയ്ക്കുണ്ടോ? ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ.
കയ്യിൽ കാശില്ലെന്നുണ്ടെങ്കിലേ കടം വാങ്ങിച്ചിട്ടെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണമായിരുന്നു. ഇതിപ്പോ ആർക്കും വേണ്ടാത്ത കുറെ അച്ചപ്പവും കുഴലപ്പും പൊക്കി പിടിച്ചോണ്ട് വന്നേക്കുന്നു, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. എന്നിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ അവരുടെ മുമ്പിൽ വെച്ച് സംസാരിച്ചത്. പിന്നെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് എന്റെ വീട്ടുകാരെ കുറ്റം പറയണമായിരുന്നോ? ഞാൻ അങ്ങനെ ചെയ്താ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഇന്നലെ വരെ അവിടെ ജീവിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് ഞാൻ ആകെ മാറിയെന്നല്ലേ അവര് കരുതൂ? അങ്ങനെയല്ലല്ലോ ഞങ്ങളിപ്പോ കരുതേണ്ടത്. നിങ്ങളൊക്കെ എന്ത് കരുതിയാലും എനിക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞതുള്ള കാര്യമാ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിനോ എന്നെ വന്ന് കാണുന്നതിനോ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എന്നെ നാണം കെടുത്തുന്ന രീതിയിൽ ഒന്നും ഇനി മേലിൽ ഇവിടെ ചെയ്യരുത്. ആ എല്ലാരും ഉണ്ടല്ലോ. ആ കിരൺ, ഇത് എവിടെയായിരുന്നു കുറച്ചു ദിവസം? ഞാനേ ഒന്ന് വീട് വരെ പോയിരുന്നു. കേസിൽ ചില ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ട് കുട്ടേട്ടാ. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുകയായിരുന്നു. ആഹാ, ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുക. മേനോന്റെ ഗ്യാങ്ങുമായി ബന്ധമുള്ള ഒരാള് ദുർഗയുടെ കുടുംബത്തിൽ തന്നെയുണ്ട് എന്നൊരു സൂചന കിട്ടിയിട്ടുണ്ട്. ഏ? ദുർഗയുടെ അനിയത്തെ വിവാഹം കഴിച്ച പൃഥ്വിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയാൾക്കെതിരെ നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. ക്രിമിനൽ ആക്ടിവിറ്റി നടന്ന 2 സ്ഥലത്തും അയാളുടെ പ്രസൻസ് ഉണ്ടായിരുന്നത് ചിലപ്പോൾ യാദർശികമാകാം. എങ്ങനെയായാലും നമുക്ക് സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. സത്യം നമുക്ക് കണ്ടുപിടിക്കാം. അതെ, കള്ളത്തരം കാണിച്ച ആർക്കും ഒരുപാട് കാലമൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു ദിവസം സത്യം എല്ലാവരും അറിയും, അത് ഉറപ്പാണ്. ദേവദേവൻ എന്നായിരുന്നു ഞങ്ങളുടെ ഏട്ടന്റെ പേര്. ദേവേട്ട എന്നാ ഞാൻ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പം ദേവരാജേട്ടനെയും ആ സ്ഥാനത്ത് അങ്ങനെ വിളിക്കാനാ എനിക്ക് തോന്നുന്നത്. അതിനെന്താ, സഹദേവൻ അങ്ങനെ വിളിച്ചോ? അതെ, നമ്മളെല്ലാരും ഇപ്പോ ഒരു കുടുംബമല്ലേ. ആ, സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു വിട്ട അച്ഛന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ആഷി. അതിൻ്റെതായ ചെറിയ വാശിയും എടുത്തിയാട്ടവും ഒക്കെ അവൾക്കുണ്ട്. അതിനെന്താ, മകൻ വിവാഹം കഴിച്ചുകൊണ്ടുവന്ന കുട്ടിയെ സ്വന്തം മകളായിട്ട് മാത്രമേ ഞങ്ങൾ എല്ലാരും കാണൂ. ഓ, മരുമകളെന്ന കണ്ണിൽ ഞങ്ങൾ ആരും അവളെ കാണില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗത്ത് നിന്ന് ഇനി അഥവാ എന്തെങ്കിലും തെറ്റുണ്ടായാൽ തന്നെ അതിനെ ആ രീതിയിൽ കാണാൻ ഞങ്ങൾക്ക് സാധിക്കും. അതെ, എനിക്ക് ഒരു മകളല്ലേ ദേവേട്ട. ഒരച്ഛന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുമെന്നേ. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അച്ഛന്മാരടുത്തായിരിക്കുമല്ലോ സ്നേഹം കൂടുതൽ. ആഷിയുടെ കാര്യത്തിൽ വളർന്നു കഴിഞ്ഞപ്പോ എന്നേക്കാൾ അടുപ്പം അവളുടെ അമ്മയോടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ വിശേഷങ്ങളും സന്തോഷവും കൂടുതലും അവള് ഷെയർ ചെയ്തിരുന്നത് വസുമതിയോടാ. അവളെ വിവാഹം കഴിച്ചുവിടുന്ന സമയമായിരുന്നു പോലും എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നില്ല. പെട്ടെന്ന് പൃഥ്വിയുടെ ആലോചന വന്നപ്പോ ആദ്യം ഞാനും ഒന്നും മടിച്ചു. അത് ഈ കല്യാണം ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. മനസ്സിലായി, ദേവരാന്റെ ടെൻഷൻ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നവദുർഗേ വനദുർഗേ സർവവും നീ